ഹായ് ഫ്രണ്ട്സ്, ഇന്ന് ഇഷിത എഴുതിയിരിക്കുന്ന ഒരു മെയിലേക്ക് കിടക്കാം. മാഡം, എൻ്റെ പേര് ഇഷിത, യഥാർത്ഥ പേരല്ല കേട്ടോ. മാഡം, എൻ്റെ കല്യാണം കഴിഞ്ഞിട്ട് 1.5 വർഷമായി. ഞങ്ങൾക്ക് പാരമ്പര്യമായി ബിസിനസ്സാണ്. അച്ഛനും ഏട്ടനും കൂടിയാണ് ഞങ്ങളുടെ ബിസിനസ് നോക്കി നടത്തുന്നത്. പക്ഷേ 5-6 വർഷമായി ബിസിനസ് വളരെ ഡള്ളാണ്. എൻ്റെ ചേട്ടൻ്റെ കടുംപിടുത്തവും ചില പ്രത്യേക സ്വഭാവമൊക്കെ മൂലം ബിസിനസ്സിൽ പല കുഴപ്പങ്ങളും വന്നു. അച്ഛൻ്റെ നോക്കി നടത്തലുകളിലും പ്രശ്നം ഉണ്ടായിട്ടുണ്ട്. ഏകദേശം 50 ലക്ഷത്തോളം രൂപ ശരിക്കും ഞങ്ങൾക്ക് പ്രശ്നങ്ങളായി കിടപ്പുണ്ട്. എന്തായാലും ആ സമയത്താണ് എനിക്ക് പല വിവാഹാലോചനകളും വരാൻ തുടങ്ങിയത്. ധാടിയും മോടിയും ഒക്കെ കണ്ടിട്ട് എല്ലാവരും വിചാരിച്ചത് ഞങ്ങളുടെ കയ്യിൽ ഇഷ്ടംപോലെ പണം ഉണ്ടെന്നാണ്. പക്ഷേ ആ വീടും പകിട്ടും ഒക്കെ മാത്രമേ ഉള്ളൂ മാഡം, കയ്യിൽ ഒന്നുമില്ലായിരുന്നു. അവസാനം ഒരു വിവാഹാലോചന വന്നു. അതിൻ്റെ ജാതകവുമായിട്ട് നന്നായി ചേരുന്നതായിരുന്നു. ചെക്കന് ഒരു ജോലിയുണ്ട്, സഹകരണ സ്ഥാപനത്തിലാണ്. അദ്ദേഹത്തിന് വിദേശത്ത് പോയി സെറ്റിലാകണമെന്നും ആഗ്രഹമുണ്ട്. അതിനായി ട്രൈ ചെയ്യുന്നുണ്ട്. പക്ഷേ അവർക്ക് 5 പൈസയോ സ്വർണമോ ഒന്നും വേണ്ട, സ്ത്രീധനം വേണ്ട എന്നാണ് പറഞ്ഞത്. അത് കേട്ട് കഴിഞ്ഞപ്പോഴേക്കും എൻ്റെ വീട്ടുകാർക്ക് ഈ അവസ്ഥയിൽ ഒരു താല്പര്യം കൂടി. അങ്ങനെ എൻ്റെ അഭിപ്രായം ഓക്കെ, ജസ്റ്റ് ഓക്കെ എന്നായിരുന്നുവെങ്കിലും ആ കല്യാണം പെട്ടെന്ന് നടന്നു. ഹസ്ബൻഡിൻ്റെ അടുത്ത് കൂടുതൽ അടുത്ത് കഴിഞ്ഞപ്പോഴാണ് എനിക്ക് മനസ്സിലായത് അവിടെ അമ്മായച്ചൻ മാത്രമേ ഉള്ളൂ, അമ്മായിമ്മയില്ല. അച്ഛൻ പറയുന്നത് പോലെയാണ് ഭർത്താവ് എല്ലാം കേൾക്കുന്നത്. അദ്ദേഹത്തിൻ്റെ വാക്കുകൾക്ക് നല്ല വില കൽപ്പിക്കും. ഒരു മകനും ഒരു മകളുമാണ് അവിടെ ഉള്ളത്. ഭർത്താവിൻ്റെ ചേച്ചി മലപ്പുറത്താണ് ജോലി ചെയ്യുന്നത്. അവർ ഒരു വിധവയാണ്, കുട്ടികളില്ല. അടുത്ത കല്യാണം നോക്കിക്കൊണ്ടിരിക്കുന്നു. അവർ ഇങ്ങോട്ടെങ്ങും വരാറില്ല, മലപ്പുറത്ത് തന്നെയാണ് സ്ഥിരം നിൽക്കുന്നത്. എന്തായാലും അമ്മായിച്ചനും എൻ്റെ ഭർത്താവുമാണ് ഇവിടെ ഉള്ളത്. 2 പേർക്കും രാവിലെ ഞാൻ എന്തെങ്കിലും വെച്ച് വിളമ്പി വയ്ക്കും. അത് കഴിഞ്ഞ ശേഷം പല ഇൻ്റർവ്യൂവിനും മറ്റും ഞാൻ ഇറങ്ങിപ്പോകും. കാര്യം എനിക്ക് നല്ല സ്വാതന്ത്ര്യം ഉണ്ടായിരുന്നു അവിടെ. അമ്മായിച്ചൻ എന്നോട് പറഞ്ഞു, മോളെ, എന്ത് ജോലി കിട്ടിക്കഴിഞ്ഞാലും പോകണം. ഇവനെ വിദേശത്ത് വിടാൻ വേണ്ടിയിട്ട് ഞാനും ശ്രമിക്കുന്നുണ്ട്. കുറച്ച് പൈസ ഒക്കെ കൊടുക്കേണ്ടി വരും. അതൊക്കെ അറേഞ്ച് ചെയ്ത് നമുക്കവനെ എവിടെയെങ്കിലും വിടാം. വിദേശ രാജ്യത്ത് പോയി നിങ്ങൾ 2 പേരും സെറ്റിലായി കഴിഞ്ഞ് കഴിഞ്ഞാൽ ജീവിതം പച്ച പിടിക്കും. ഈ വീട്ടിലും കുറേയധികം പ്രശ്നങ്ങളും ബാധ്യതകളും ഉണ്ടായിരുന്നു. അതൊക്കെ പരിഹരിച്ച് വരുന്നേ ഉള്ളൂ. മോളുടെ വീട്ടിൽ സാമ്പത്തികമായിട്ട് പ്രശ്നങ്ങളില്ലേ? ഇനിയെങ്കിലും നിങ്ങൾ 2 പേരും ഉയർന്ന നിലയിൽ തന്നെ ജീവിക്കണം എന്ന് അച്ഛൻ കൂടെ പറയും. ഇങ്ങനെയൊക്കെയുള്ള ദീർഘദൃഷ്ടിയുള്ളൊരു അമ്മായിപ്പനെയാണല്ലോ എനിക്ക് കിട്ടിയത് എന്നോർത്ത് അദ്ദേഹത്തോട് എനിക്ക് ഒത്തിരി അടുപ്പം തോന്നി. എനിക്ക് അച്ഛൻ്റെ ഭാഗത്തു നിന്ന് ഒരു നിയന്ത്രണങ്ങളുമില്ല. പക്ഷേ എൻ്റെ ഭർത്താവിനെ പല ദിവസങ്ങളും അച്ഛൻ നിയന്ത്രിക്കും. കാര്യം ഭർത്താവിനെ അത്രയ്ക്ക് നിയന്ത്രിച്ചെങ്കിൽ മാത്രമേ അദ്ദേഹം നേർവഴിക്ക് പോകുമെന്നാണ് എൻ്റെ അമ്മായിച്ചൻ പറഞ്ഞത്. അത് കറക്റ്റായിരിക്കുമെന്ന് എനിക്ക് തോന്നി. കാര്യം ചില സമയത്ത് വരാലി പോലെ ഒരു പിടികിട്ടാത്ത സ്വഭാവമാണ്. ആഴ്ചയിൽ ചില ദിവസങ്ങളിൽ ഭയങ്കര ആക്റ്റീവായിരിക്കും. അന്ന് എനിക്ക് നല്ല രസമായിരിക്കും. ഉള്ളിൻ്റെ ഉള്ളിൽ ഞാൻ ഈ നിമിഷങ്ങൾ തീർന്നു പോകരുതേ എന്ന് പ്രാർത്ഥിക്കും. പക്ഷേ ചില ദിവസങ്ങളിലെ പുള്ളി എത്ര നിർബന്ധിച്ചാലും അനങ്ങില്ല, കിടന്ന് കൂർക്കം വലിച്ചുറങ്ങും. അദ്ദേഹത്തിന് തോന്നുമ്പോൾ മാത്രം പുറത്തെടുക്കുന്ന ചില സ്വഭാവ സവിശേഷതകളുണ്ട്. അതൊന്നും എനിക്കത്ര ഇഷ്ടമല്ല. ചില സമയത്ത് ഞാൻ വഴക്കിടും. അന്ന് ചിലപ്പോൾ നല്ല രീതിയിൽ പെരുമാറും, അല്ലെങ്കിൽ പിന്നെയും തദൈവ ഇതിങ്ങനെ റിപ്പീറ്റ് ചെയ്യും. എങ്കിലും ചില ദിവസങ്ങളിലൊക്കെ എൻ്റെ ഭർത്താവ് ഒരു ഉഗ്രൻ ഭർത്താവായതുകൊണ്ട് ഒരിക്കലും നമുക്ക് കുറ്റം പറയാൻ പറ്റില്ല. സ്ത്രീ എന്നുള്ള നിലയിൽ എനിക്ക് എല്ലാ കാര്യങ്ങളും ഓക്കെ ആയിരുന്നു. ഇടയ്ക്കൊരു ദിവസം അമ്മായിപ്പൻ രാവിലെ എന്നോട് പറഞ്ഞു, മോളെ, എടി, ഇന്ന് നീ എവിടെയെങ്കിലും പോകുന്നുണ്ടോ? ഇല്ല അച്ഛാ. എങ്കിൽ മോൾക്ക് അറിയാവുന്ന രീതിയിൽ ചെറിയ രൂണൊക്കെ ഒന്ന് റെഡിയാക്കി വെക്കാമോ? നമുക്കൊരു അതിഥി വരുന്നുണ്ടെന്ന് പറഞ്ഞു. ആരാച്ചാന്ന് ചോദിച്ചപ്പോഴേക്കും അത് നമ്മുടെ ഒരു അടുത്ത ബന്ധുവാണ്. വരുമ്പോൾ പരിചയപ്പെടുത്താം. അദ്ദേഹത്തിന് 10-40 വയസ്സുണ്ട്. വലിയ ഉയർന്ന നിലയിലുള്ള ഒരാളാണ്. മോള് എന്തെങ്കിലുമൊക്കെ ഒന്ന് ചെയ്തു വെക്കാൻ പറഞ്ഞു. അങ്ങനെ അച്ഛനും വന്ന് എൻ്റെ കൂടെ നിന്നിട്ട് നന്നായി അരിയാനും പറക്കാനും ഒക്കെ സഹായിച്ചു. അങ്ങനെ ഏകദേശം ഒരു ചെറു സദ്യ ഞാൻ ഉണ്ടാക്കി വെച്ചു. യൂട്യൂബിലൊക്കെ നോക്കിയാണെങ്കിലും പാചകത്തിന് ഞാൻ വെല്ലുമിടിക്കുകയാണ്. ഉച്ചയായപ്പോഴേക്കും അദ്ദേഹം വന്നു. വലിയൊരു കാറിൽ ഇറങ്ങുന്നത് കണ്ടപ്പോൾ ഞാൻ അത്ഭുതപ്പെട്ടു പോയി. വല്ല സിനിമാ നടന്മാർ വീട്ടിൽ വന്നതാണോ? അത്രയ്ക്കും സ്റ്റൈലും പത്രാസുമൊക്കെയുള്ള ഒരാൾ. ശരിയാണ്, പ്രായം ഏകദേശം 40 വയസ്സോടടുത്ത് കാണും. കൊള്ളാം, സൂപ്പർ ഒരു വ്യക്തി. ഇങ്ങനെ ആരാ, വല്ല VIP വേണോ എന്ന് ഞാൻ മനസ്സിൽ വിചാരിച്ചു. എന്തായാലും ഞാൻ സ്വീകരിച്ചു അദ്ദേഹത്തെ. അപ്പോൾ അമ്മായിപ്പൻ പരിചയപ്പെടുത്തി, ഇതാണ് എൻ്റെ മരുമകൾ. ആ, എനിക്കറിയാമല്ലോ, ഞാൻ കല്യാണത്തിന് വന്നതല്ലേ, സുന്ദരിക്കുട്ടി എന്ന് പറഞ്ഞ് എൻ്റെ തോളിൽ നിന്ന് തട്ടി. ആ അഭിനന്ദനം എൻ്റെ ഉള്ളിൽ നിന്ന് കൊണ്ടു. കാര്യം അത്രയും സൗന്ദര്യമുള്ള, അത്രയും നല്ല ഗ്ലാമറുള്ള ഒരാൾ അങ്ങനെ പറയുമ്പോൾ നമുക്ക് ഒരു അംഗീകാരമല്ലേ മാഡം? അപ്പോൾ ഞാൻ അദ്ദേഹത്തെ ഊണ് കഴിക്കാൻ വേണ്ടി ക്ഷണിച്ചു.
അപ്പോഴേക്കും അമ്മായിച്ചൻ കയറി ഇടപെട്ടു. മോളെ, ഇതാണ് ഗിരീഷ്, എൻ്റെ അടുത്ത ബന്ധുവാണ്. വലിയ ബിസിനസ് സ്ഥാപനങ്ങളൊക്കെയുള്ള ആളാണ്. അതുമാത്രമല്ല പല വിദേശ രാജ്യത്തേക്ക് റിക്രൂട്ട്മെൻ്റൊക്കെ നടത്തുന്ന ആളാണ്. നമ്മുടെ മോന് വേണ്ടിയിട്ട് ഞാൻ ഒത്തിരി കാലം അവിടെ നിന്ന് ശ്രമിക്കുന്നു. പക്ഷേ ഇവനൊന്ന് കണ്ടു കിട്ടണ്ടേ, ഇപ്പോഴാണ് കിട്ടിയത് എന്ന് പറഞ്ഞു. അത് കേട്ടപ്പോൾ എനിക്ക് ഉത്സാഹമായി. അദ്ദേഹത്തിന് നന്നായി ഞാൻ വിളമ്പിക്കൊടുത്തു. കഴിച്ച ശേഷം അദ്ദേഹം പറഞ്ഞു, സൂപ്പറായിട്ടുണ്ട് കേട്ടോ മരുമോളുടെ എല്ലാ പാചകവും. ഞാൻ പറഞ്ഞു, താങ്ക് യു ഏട്ടാന്ന്. എന്തായാലും കുറേ നേരം കഴിഞ്ഞിട്ട് കുറേ കാര്യങ്ങൾ സംസാരിച്ചു. എൻ്റെ വീട്ടിലെ കാര്യങ്ങളൊക്കെ ചോദിച്ചു. ഞാൻ എൻ്റെ വീട്ടിലെ അവസ്ഥ തുറന്നു പറഞ്ഞു. അവിടെ സാമ്പത്തികമായി നല്ല ബുദ്ധിമുട്ടാണ്, ഇവിടെയും അങ്ങനെയൊക്കെ തന്നെ. അപ്പോൾ പുള്ളിക്കാരൻ പറഞ്ഞു, എന്തായാലും അവനെ ഒരു വിദേശ രാജ്യത്തേക്ക് ഞാൻ കൊണ്ടുപോകാം. മോളൊരു കാര്യം ചെയ്യേ, CV എല്ലാം തയ്യാറാക്കി അച്ഛൻ്റെ കൊടുത്തുവിടാൻ പറഞ്ഞു. അങ്ങനെ അദ്ദേഹം പോയി കഴിഞ്ഞ ശേഷം ഭർത്താവ് വന്നു കഴിഞ്ഞപ്പോൾ ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട് CV മറ്റ് അനുബന്ധ ഡോക്യുമെൻറ്റ്സും എല്ലാം ഞാൻ പ്രിപ്പയർ ചെയ്തിട്ട് അമ്മായിച്ചൻ്റെ കൊടുത്തു വിട്ടു. അയാളുടെ ഒരു കോർപ്പറേറ്റ് ഓഫീസ് അവിടെ സിറ്റിയിലുണ്ട്. അവിടെ അമ്മായിച്ചന് കൊണ്ടു കൊടുത്തോളും. അങ്ങനെ കൊണ്ടു കൊടുത്തു. 2-3 ആഴ്ച കഴിഞ്ഞപ്പോൾ അച്ഛൻ എന്നോട് പറഞ്ഞു, മോളെ, എടി ഗിരീഷില്ലേ, ഇന്ന് വിളിച്ചിരുന്നു. അവൻ പറയുന്നത് ഒരു വലിയ വിദേശ രാജ്യത്തേക്കുള്ള ഓഫർ വന്നിട്ടുണ്ട്. അതിൽ ഇവനെ കയറ്റി വിടാവുന്നതാണ്. എങ്ങനെയെങ്കിലും അവനെ അവിടെ എത്തിക്കാവുന്ന അവൻ വാക്ക് തന്നിട്ടുണ്ട്. പക്ഷെ നമ്മൾ ഇനിഷ്യലി കുറച്ചധികം പണം മുടക്കേണ്ടി വരും. ഞാൻ ചോദിച്ചു, എത്ര ലക്ഷമാണെന്ന്. അത് പറഞ്ഞപ്പോൾ അമ്മായിപ്പനോട് പറഞ്ഞു, മോളെ, അതാണ് ഒരു കഷ്ടം. നമ്മളെക്കൊണ്ട് കൂട്ടിക്കഴിഞ്ഞാൽ ഇത്ര ലക്ഷമല്ലേ ഉണ്ടാക്കാൻ പറ്റുകയുള്ളൂ. പിന്നെയും വേണം ഒരു 8 ലക്ഷം കൂടെ. അതെവിടെ നിന്നുണ്ടാക്കും എന്ന് പറഞ്ഞ അമ്മായിച്ചൻ കണക്ക് അവതരിപ്പിച്ച് കഴിഞ്ഞപ്പോഴേക്കും ഞാനും ഞെട്ടിപ്പോയി. ഇത്രയും പൈസ കൊടുത്ത് വിദേശത്ത് വിടണോ? അത് സാരില്ല ചാ, നമുക്ക് വേറെ ഏതെങ്കിലും ജോലിക്ക് ട്രൈ ചെയ്യാം. ഇപ്പോഴത്തെ ഈ വേക്കൻസി പോയിക്കോട്ടെ, പൈസ കുറഞ്ഞ ഏതെങ്കിലും സ്ഥലത്തേക്ക് നമുക്ക് പോകാമെന്ന് ഞാൻ അമ്മായിച്ചോട് പറഞ്ഞു. അപ്പോൾ അമ്മായിപ്പോൾ പറഞ്ഞു, അത് ശരിയാകില്ല, ഇത് നല്ലൊരു രാജ്യമാണ്. അവിടെ പോയി രക്ഷപ്പെട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നിനക്കും അവനൊന്നും തിരിഞ്ഞു നോക്കേണ്ടി വരില്ല. നിൻ്റെ കുടുംബത്തെ നിനക്ക് അവിടെ പോയി ജോലി ചെയ്ത് സഹായിക്കാം. അവനും രക്ഷപ്പെടും, ഞാൻ രക്ഷപ്പെടും. മോളെ, എൻ്റെ മോളൊരു വിധവയാണ്, അവളെയും ഒരു കരയ്ക്ക് ഇനിയും അടുപ്പിക്കണം എന്നൊക്കെ പറഞ്ഞു. ഞാൻ പറഞ്ഞു, പക്ഷേ ഇതിപ്പോൾ എൻ്റെ സ്വർണ്ണം കൂടെ ഒക്കെ വിറ്റെന്ന് പറഞ്ഞാലും എവിടെ ചെന്നെത്താനാണ്? അതുമാത്രമല്ല, ഞാനിപ്പോൾ വീട്ടിൽ പോയി ചോദിച്ചു കഴിഞ്ഞാൽ അവരെ എക്സ്ട്രാ ക്യാഷ് ഒന്നും തരികയില്ലെന്ന് പറഞ്ഞു. അതൊക്കെ എനിക്കറിയാം മോളെ, എങ്കിലും എവിടുന്നെങ്കിലും ഒപ്പിക്കണം എന്നൊക്കെ അമ്മായിച്ചൻ പറഞ്ഞു. എനിക്കതിൽ വലിയ ഹോപ്പൊന്നുമില്ല. എൻ്റെ ഹസ്ബൻഡിനോട് പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും പണം കിട്ടിയെങ്കിലല്ലേ പോകാൻ പറ്റുള്ളൂ. ഉണ്ടാവോ നോക്കട്ടെ, അച്ഛൻ ശ്രമിക്കട്ടെ എന്നൊക്കെയാണ് പറഞ്ഞത്. എൻ്റെ ഭർത്താവിൻ്റെ സ്വഭാവം അങ്ങനെയാണ്. ആരെങ്കിലും എല്ലാം ചെയ്തു കൊടുത്തു കഴിഞ്ഞാൽ ഓക്കെ, ഇല്ലെങ്കിൽ പുള്ളി ഇവിടെ തന്നെ നിന്നോളും. ആ കാര്യത്തിലൊക്കെ വളരെ ലേസി ആയിട്ടുള്ളൊരു സ്വഭാവമാണ്. ലക്ഷ്യബോധം വളരെ കുറവാണ്. എങ്കിലും അറിവ് മറ്റു കാര്യങ്ങളുമൊക്കെ ഉണ്ട്. പക്ഷേ പറഞ്ഞെവിടെങ്കിലും വിട്ടുകഴിഞ്ഞാൽ അവിടെ നിന്ന് രക്ഷപ്പെട്ടേക്കും. അതെല്ലാം നോക്കുമ്പോൾ ചിലപ്പോഴൊക്കെ ഇത്തിരി ബുദ്ധിമുട്ടാണ് കാര്യങ്ങൾ. പിന്നെയും അമ്മായപ്പനോട് പറഞ്ഞു, മോളെ, ഇനിയൊരു 2-3 ആഴ്ച കാണും. അതിനു മുമ്പ് പണം ശരിയാക്കി കൊടുക്കാൻ പറ്റുമോയെന്നറിയില്ല. ആകെ കൂടി ഞാൻ ടെൻഷനിലാണെന്ന്. ഞാൻ പറഞ്ഞു, അച്ഛൻ്റെ മോന് ഒരു ടെൻഷനും ഇല്ലോന്ന്. നിനക്ക് ടെൻഷൻ ഇല്ലേടി? അവൻ പോയി രക്ഷപ്പെടണമെന്ന് നിനക്ക് ആഗ്രഹമില്ലേ? നിനക്ക് രക്ഷപ്പെടണ്ടേ? വേണോ അച്ഛാ, പക്ഷേ നമ്മൾ വെള്ളത്തിൽ മുങ്ങിത്തപ്പിയാൽ പണം കിട്ടില്ലല്ലോ. അപ്പോൾ അച്ഛൻ പറഞ്ഞു, സത്യം പറഞ്ഞാൽ ഈ വിഷയത്തിൽ വേറെ ചില കാര്യങ്ങൾ കൂടിയുണ്ട്. അതെനിക്ക് നിന്നോട് പറയാൻ പറ്റില്ല, അതുകൊണ്ട് ഞാൻ പറയുന്നില്ല. പക്ഷേ വേറെ ഏതെങ്കിലും പെണ്ണുങ്ങളായിരുന്നെങ്കിൽ ഞാൻ പറഞ്ഞേനെ, അവൻ രക്ഷപ്പെട്ടു പോവുകയും ചെയ്തേനെന്ന് പറഞ്ഞു. ഞാൻ ചോദിച്ചു, എന്താ അച്ഛൻ ഉദ്ദേശിക്കുന്നത്, എന്ത് കാര്യമാണെന്ന്. ഇല്ല മോളെ, അത് അമ്മായിച്ചൻ മരുമകളോട് പറയാൻ പറ്റുന്ന കാര്യമല്ല. ആ വഴിയിൽ ഈ കാര്യം ഒരിക്കലും നടക്കത്തില്ല. ഞാൻ പറഞ്ഞു, അച്ഛനൊന്ന് പറ, കേൾക്കട്ടെ, വഴി നടക്കോ ഇല്ലയോ എന്നുള്ളത് പിന്നെയല്ലേ എന്ന് പറഞ്ഞു. അപ്പോൾ അച്ഛൻ ഇത്തിരി മൗനത്തിന് ശേഷം എന്നോട് പറഞ്ഞു, മോളെ, ഗിരീഷ് എന്ന് പറയുമ്പോഴേക്കും ഒരു കോർപ്പറേറ്റ് സ്വഭാവമുള്ള ആളാണ്. എനിക്കറിയാം അച്ഛാ, അവന് നല്ല വീക്ക്നെസ് ഉള്ള ഒരു വ്യക്തിയാണ്. സൗന്ദര്യമുള്ള പെണ്ണുങ്ങളെ കണ്ടു കഴിഞ്ഞാൽ പിന്നെ അവൻ എന്ത് വിട്ടുവീഴ്ചയ്ക്കും തയ്യാറാകും. സൗന്ദര്യമുള്ള പെൺകുട്ടികൾക്ക് വേണ്ടി അവൻ ഏത് അറ്റം വരെയും പോകും. അച്ഛാ, അയാൾ എന്നെപ്പറ്റി എന്തെങ്കിലും പറഞ്ഞോ എന്ന് ചോദിച്ചപ്പോഴേക്കും അച്ഛൻ പറഞ്ഞു, അതാണ് ഞാൻ പറഞ്ഞു വരുന്നത്. ഇവിടെ വന്ന് പോയതിനു ശേഷം വിളിക്കുമ്പോഴൊക്കെ നീ അതീവ സുന്ദരിയാണെന്നും അവനേക്കാൾ സൂപ്പർ സുന്ദരിയാണ്, എങ്ങനെ ഇങ്ങനൊരു പെണ്ണിനെ അവൻ ഒത്തുകിട്ടി എന്നൊക്കെ എന്നോട് 2-3 വട്ടം ചോദിച്ചു. എനിക്കത് കേട്ട് കഴിഞ്ഞപ്പോഴേക്കും ആദ്യം ഇറിറ്റേഷനാണ് തോന്നിയത്. എങ്കിലും അവനെക്കൊണ്ട് നമുക്ക് ഉപകാരമുണ്ടല്ലോ. അവൻ്റെ കുറേ ഗീർവാണങ്ങളും കഥകളും ഒക്കെ കേട്ടു. ഇതിനിടയ്ക്ക് അവൻ തന്നെയാണ് മോളെ ഇങ്ങനൊരു സജഷൻസ് എന്നോട് പറഞ്ഞത്. ആ സമയത്ത് ഞാൻ ഒന്നും മിണ്ടിയില്ല, ദേഷ്യം വന്നു. എങ്കിലും ഞാൻ അത് കേൾക്കാത്ത മട്ടിൽ
പണം വേറെ വഴിക്ക് ഉണ്ടാകുമെന്ന് നോക്കട്ടെ എന്ന് പറഞ്ഞാണ് സംഭാഷണം അവസാനിപ്പിച്ചത്. അയാൾ എന്താ അച്ഛാ പറഞ്ഞത്? പൈസ ഉണ്ടാക്കാൻ ബുദ്ധിമുട്ടാണ് എന്ന് പറഞ്ഞപ്പോൾ അവൻ പറയുക, മോളെ, പൈസ ഇല്ലെങ്കിൽ മറ്റു പല കാര്യങ്ങളിലും ഞാൻ അഡ്ജസ്റ്റ് ചെയ്യുന്ന ആളാണ്. ചേട്ടൻ്റെ മരുമകളിലെ ആ അപൂർവ സുന്ദരിയെ ഒരു നിമിഷം എൻ്റെ അടുത്തേക്ക് ഒന്ന് വിട്ടാൽ മതി. ചേട്ടൻ ഇത്രയും വിഷമിക്കേണ്ട കാര്യമൊന്നുമില്ല. എല്ലാം ഞാൻ ശരിയാക്കി കൊടുക്കില്ലേ. അവൻ എത്രയും പെട്ടെന്ന് അവിടെ പോയി സെറ്റിലാകും എന്ന് പറഞ്ഞു. എൻ്റെ പൊന്നുമോളെ, അത് കേട്ടപ്പോൾ ഞാൻ ശരിക്കും അവനിട്ടൊരു അടി കൊടുക്കണമെന്ന് ആലോചിച്ചതാണ്. പക്ഷേ ഞാൻ മറുപടി ഒന്നും പറഞ്ഞില്ല. ഞാനും പെട്ടെന്ന് അങ്ങ് അമ്പരന്ന് പോയി. പിന്നെ ഞാൻ എന്ത് ചെയ്യാനാ? പിണക്കാൻ പറ്റില്ലല്ലോ. അതാണ് മോളെ അവിടെ നടന്നത്. പിന്നെയും ഞാൻ മറുപടി പറയാത്തതുകൊണ്ടായിരിക്കാം അവൻ 2-3 വട്ടം കൂടെ അത് സൂചിപ്പിച്ചു. എങ്ങനെയെങ്കിലും പൈസ ഉണ്ടാക്കി അവനെ വിടണമല്ലോ എന്നോർത്ത് ഞാൻ അപ്പോഴൊക്കെ വേറെ വിഷയങ്ങളാണ് മോളെ സംസാരിച്ചത്. അതാണ്, എന്ത് ചെയ്യാനാ? പിന്നെ വലിയ വലിയ ആൾക്കാരല്ലേ, അവർക്ക് ഇങ്ങനെയൊക്കെയുള്ള അഡ്ജസ്റ്റ്മെൻറ്റുകൾ കാണും. എൻ്റെ മോളോ വലുതുമായിരുന്നെങ്കിൽ ഞാൻ ചിലപ്പോൾ അവിടെ കാല് പിടിച്ച് പറഞ്ഞേനെ. നമ്മുടെ കുടുംബം രക്ഷപ്പെടുന്ന കാര്യമല്ലേ മോളെ. എല്ലാം കണ്ടില്ല കേട്ടില്ല എന്നടിക്കാൻ. പക്ഷേ വേറെ വീട്ടിൽ നിന്ന് വന്ന് നിന്നോട് എനിക്കങ്ങനെ പറയാൻ പറ്റുമോ? അതുകൊണ്ട് ഒന്നും വയ്യാത്തൊരവസ്ഥയിലാണ് ഞാനിതൊക്കെ കേട്ട് ഞെട്ടിപ്പോയി. പക്ഷേ ഞാൻ അച്ഛനോട് ചോദിച്ചു, അല്ല അച്ഛ, അച്ഛനിപ്പോൾ ഈ കൂട്ടത്തിൽ എന്താ പറഞ്ഞത്? അച്ഛൻ്റെ മകളായിരുന്നെങ്കിൽ ഉപദേശിച്ച് വിടുമായിരുന്നെന്ന്. അത് ശരിയാ മോളെ. ഇപ്പോഴാണെങ്കിൽ ചിലപ്പോൾ എൻ്റെ മകളാണെങ്കിൽ ഞാൻ പറയും. കാര്യം പണം ഒരു മുഖ്യമായ കാര്യമാണ്. നമ്മളുടെ ജീവിതം നല്ല രീതിയിൽ പൊയ്ക്കൊണ്ടിരുന്നപ്പോൾ അത് ഡൗൺ ആയതാണ്. ഇനി അത് ഉയർത്തിക്കൊണ്ടുവരാൻ കുറച്ച് കുതന്ത്രമായാലും കുഴപ്പമില്ല. എൻ്റെ മകൾക്ക് നല്ലൊരു ജോലി കിട്ടാൻ വേണ്ടിയാണെങ്കിൽ ഞാൻ ഉപദേശിക്കുകയാണെങ്കിൽ ഇങ്ങനെ തന്നെ പറയും, നീ പോകൂ, ഗിരീഷിനെ ഒന്ന് കാണൂ, എത്ര നേരം വേണമെങ്കിലും ചെലവഴിക്കൂ, തിരിച്ചു വരൂ. കാര്യം നടക്കുക എന്നുള്ളതാണ് പ്രധാനം, അല്ലാതെ വഴിയില്ലെന്ന് അച്ഛൻ പറഞ്ഞു. എന്നെ നോക്കുന്നുണ്ടായിരുന്നു. എനിക്ക് എന്ത് പറയണമെന്നറിയില്ല. അച്ഛൻ എന്നെ ഇടയ്ക്കിടയ്ക്ക് നോക്കുന്നുണ്ടായിരുന്നു. ഞാൻ ചൂളിയിരിക്കുകയാണ്. പിന്നെ ഞാൻ പറഞ്ഞു, ശരിയാ അച്ഛാ, എന്നെക്കൊണ്ട് ഇത് പറ്റുമെന്ന് തോന്നുന്നില്ല. ശരിയാ മോളെ, നിന്നെക്കൊണ്ട് പറ്റില്ല. ഞാൻ നിന്നെ നിർബന്ധിക്കുന്നില്ല, ഒന്നും പറയുന്നുമില്ല. പക്ഷേ ഈ അവസരം വലിയൊരു അവസരമായിരുന്നു. രക്ഷപ്പെടാൻ പറ്റുന്നൊരു കാര്യമായിരുന്നു. പക്ഷേ എന്ത് ചെയ്യാനാ അച്ഛാ? ഞാനിങ്ങനെ ഇറങ്ങി തിരിച്ചു കഴിഞ്ഞാൽ എൻ്റെ ഭർത്താവിനെക്കുറിച്ച് എന്ത് വിചാരിക്കും? ഞങ്ങളുടെ ദാമ്പത്യ ബന്ധം തന്നെ തകർന്നു പോകില്ലേ? എൻ്റെ പൊന്നുമോളെ, തമാശയ്ക്കാണെങ്കിൽ പോലും ആ പോഴനോട് നീ ഒന്നും പറയരുതേ. ഇതൊന്നും ദഹിക്കുന്ന ടൈപ്പല്ലത്. ഏതെങ്കിലും ജോലിക്ക് കയറി കഴിഞ്ഞാൽ വർക്ക് ചെയ്യുന്ന നന്നായി, അങ്ങനെ പണവും കിട്ടും. അതല്ലാതെ ഈ കാര്യങ്ങളൊന്നും അവനോട് നീ പറയരുതേ. പറഞ്ഞത് ഞാനങ്ങ് പിൻവലിച്ചു. നീയും മനസ്സിൽ വെച്ചേക്കുക. ഇനി അഥവാ ഇങ്ങനെ നടന്നാൽ പോലും ഒരിക്കലും അവനോട് പറയരുത്. എല്ലാ രഹസ്യമായിരിക്കണം. നീ ഞാനും മാത്രം അറിഞ്ഞുകൊണ്ടായിരിക്കണം. അതല്ലാതെ ഒരു പൂച്ചക്കുഞ്ഞു പോലും അറിയരുത് എന്ന് അച്ഛന് പറഞ്ഞിട്ട് പോയി. അമ്മായിച്ചൻ അങ്ങനെ പറഞ്ഞിട്ട് പോയപ്പോൾ എനിക്കെന്തോ അദ്ദേഹത്തോട് അധികമായൊരടുപ്പം മനസ്സിൽ തോന്നി. ക്ലോസ് ഫ്രണ്ട്സില്ലേ, നമ്മുടെ എല്ലാ രഹസ്യങ്ങളും പറയുന്നത്, അതുപോലൊരടുപ്പം. എനിക്ക് 2-3 ദിവസത്തേക്ക് മറുപടിയില്ലായിരുന്നു. 3-ാമത്തെ ദിവസമായപ്പോഴേക്കും എൻ്റെ ഉള്ളിലിരുന്ന് പല ആശകളും മോഹങ്ങളും തിക്കുമുട്ടി. ഗിരീഷേട്ടൻ വന്നപ്പോൾ അദ്ദേഹത്തെ ഞാൻ അടിപിടി നന്നായി ശ്രദ്ധിച്ചിരുന്നു. അദ്ദേഹം ഇനിയിപ്പോൾ എങ്ങനെയൊക്കെ പോകുന്ന ആളാണെങ്കിലും അദ്ദേഹത്തിൻ്റെ കൂടെ ഒരു നിമിഷമെങ്കിലും ചിലവഴിക്കാൻ എനിക്കൊരവസരം കിട്ടുമോ എന്ന് ഏതൊരു സ്ത്രീയും മോഹിക്കും. അത്രയ്ക്ക് സൗന്ദര്യവും പ്രൗഢിയുമുണ്ട്. എനിക്കും ആ മോഹം ഇല്ലാതില്ല. പക്ഷേ ഞാൻ ശീലാവതിയാണെന്ന് മനസ്സിൽ വിചാരിച്ചു കഴിഞ്ഞാൽ അത് നടക്കില്ല. ഇവിടെ ഇപ്പോൾ അച്ഛനോട് പറഞ്ഞ് എൻ്റെ ആഗ്രഹം സാധിച്ചെടുത്ത് അച്ഛൻ ആരോടും പറയാതെ, എൻ്റെ ഭർത്താവിനോടും പറയാതെ എൻ്റെ ശീലാവതിത്വം അവിടെ സംരക്ഷിച്ച് എൻ്റെ ഭർത്താവ് എവിടെയെങ്കിലും വിദേശത്ത് പോയി സെറ്റിലായി ഞാനും കുടുംബവും എല്ലാം ചേർന്ന് രക്ഷപ്പെടാനുള്ളൊരു വഴി ഇതിൽ ഒളിഞ്ഞുകിടപ്പുണ്ട്. അമ്മായച്ചനോട് എൻ്റെ സമ്മതം പറഞ്ഞാലോ എന്നെനിക്ക് തോന്നി. അവസാനം അച്ഛനെ ഞാൻ ഒന്ന് കണ്ടിട്ട് പറഞ്ഞു, അച്ഛാ, അച്ഛൻ പറഞ്ഞത് ഞാൻ ആഴത്തിൽ ചിന്തിച്ചു. പിന്നെ ഞാൻ ഓർത്തു, ശരിയാണ്, എൻ്റെ രഹസ്യം അച്ഛൻ മാത്രമേ അറിയുന്നുള്ളൂ. നമ്മൾ 2 പേരും മാത്രം. പിന്നെ ഗിരീഷേട്ടനും. അങ്ങനെയാണെങ്കിൽ നമ്മൾ രക്ഷപ്പെടുമെന്ന് അച്ഛന് ഉറപ്പുണ്ടെങ്കിൽ
ഞാൻ ആ ഒരു രംഗത്തേക്ക് കാലടി എടുത്തു വെച്ചാലോ എന്ന് എനിക്ക് തോന്നുന്നെന്ന് പറഞ്ഞു. അച്ഛനത് കേട്ട് ആഹ്ലാദത്തോടുകൂടി പറഞ്ഞു, എങ്കിൽ മോളെ, ലക്ഷ്യങ്ങളൊന്നും നമ്മൾ മുടക്കേണ്ട കാര്യമില്ല. 1-2 ലക്ഷം രൂപ മാത്രം, അല്ലാതെ ഈ പറഞ്ഞ ലക്ഷ്യങ്ങളൊന്നും വേണ്ട. നിൻ്റെ ഒരു വാക്കുകൊണ്ട് ലക്ഷ്യങ്ങൾ അപ്രത്യക്ഷമാകും. നീ പൊന്നുമോളാണ് എന്ന് പറഞ്ഞ് അച്ഛൻ എന്നെ പെട്ടെന്ന് കെട്ടിപ്പിടിച്ചു. ആ ഒരു സന്തോഷത്തിൽ ഞാനും അറിയാതെ ചേർന്ന് നിന്ന് പോയി. മോളെ, നീ ഒന്നുകൊണ്ട് വിഷമിക്കണ്ട. അച്ഛനുണ്ട് കൂടെ. നമ്മുടെ സാമ്പത്തിക ബുദ്ധിമുട്ടുകളെല്ലാം തീരും. നമ്മുടെ 2 കുടുംബവും രക്ഷപ്പെടും. നിൻ്റെ ഭർത്താവിനോട് നീ വായെടുത്ത് ഒന്നും മിണ്ടരുത്, ഉരിയാടരുത്. അച്ഛനെല്ലാം അറേഞ്ച് ചെയ്ത് തരും. എൻ്റെ മോൾ ഒരു സുന്ദരിക്കുട്ടിയായി നിന്നാൽ മാത്രം മതി. ഗിരീഷ്, അവന് നിന്നെ ഒത്തിരി ഇഷ്ടമാണ്. അതുകൊണ്ട് നീ വിചാരിക്കുന്ന പോലെ തന്നെയാകും, സ്നേഹത്തോടുകൂടി തന്നെയാകും അവൻ പെരുമാറുക. അവൻ്റെ പ്രായമോർത്ത് അല്ലെങ്കിൽ അവൻ്റെ സ്വഭാവമോർത്ത് നീ ഒരിക്കലും ദുഃഖിക്കണ്ട. എല്ലാം സേഫായിരിക്കും. എൻ്റെ മകളൊന്ന് രക്ഷപ്പെടട്ടെ. നിൻ്റെ ഭർത്താവ് രക്ഷപ്പെട്ടാൽ നിൻ്റെ കുടുംബം രക്ഷപ്പെടും. നിനക്ക് പുറകെ പോകാം മോളെ. എനിക്ക് ഈ വയസ്സാം കാലത്ത് രക്ഷപ്പെട്ടില്ലെങ്കിലും നിങ്ങൾക്ക് രക്ഷപ്പെടാൻ ഒരു വഴി ഞാൻ ഒരുക്കി തരുന്നല്ലോ എന്നോർത്ത് ഒരാശ്വാസമാണ് എന്ന് പറഞ്ഞു. ഞാൻ തലയാട്ടി. 2 ദിവസം കഴിഞ്ഞപ്പോൾ അച്ഛൻ പറഞ്ഞു, മോളെ, നമുക്ക് ഒരു 11 മണിയാകുമ്പോഴേക്കും അവൻ പറഞ്ഞ സ്ഥലത്ത് പോകണം. മോള് റെഡിയായില്ലേ നിൽക്കുന്നത് എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞ ആണ്. ഇങ്ങനെയൊക്കെയാണെങ്കിലും എൻ്റെ മനസ്സിൽ കുറച്ച് ടെൻഷനുണ്ട്. പക്ഷേ ആ ടെൻഷനേക്കാൾ കൂടുതൽ ഉത്സാഹവും ആകാംക്ഷയും എനിക്കുണ്ടായിരുന്നു. അതിന് കാരണം കഴിഞ്ഞ 10 ദിവസമായി ഹസ്ബൻഡിനോട് ഞാൻ അഭ്യർത്ഥിക്കുകയാണ്, കടന്നു വരൂ എന്ന്. പക്ഷേ പുള്ളി വയ്യ, ക്ഷീണമാണ് എന്നൊക്കെ പറഞ്ഞ് എന്നെ അവോയ്ഡ് ചെയ്യുകയാണ്. എൻ്റെ ആവശ്യങ്ങൾ ഉച്ചസ്ഥായിയിൽ നിൽക്കുകയാണ്. ആ സമയത്ത് തന്നെ ഇങ്ങനൊരവസരം എനിക്ക് കിട്ടിയല്ലോ. അംഗവും കാണാം, താളി മുടിക്കാം എന്നാണ് എനിക്ക് തോന്നിയത്. എന്തായാലും എല്ലാത്തിനും അമ്മായിച്ചിൻ്റെ ആശീർവാദമുണ്ടല്ലോ. അതുകൊണ്ട് എനിക്ക് അത്ര വലിയ ടെൻഷനൊന്നും തോന്നിയില്ല. വലിയൊരു ഹോട്ടലിലാണ് എന്നെ ഗിരീഷേട്ടൻ്റെ മുറിയിൽ വിട്ടിട്ട് അമ്മായിച്ചിന് പോയി. ഇനി വിളിക്കുമ്പോൾ വന്നോളാന്ന് പറഞ്ഞു. എനിക്കാദ്യം ഇത്തിരി ചമ്മലുണ്ടായിരുന്നു. ഗിരീഷേട്ടൻ അവിടെ ഒരു സ്വർണ്ണ പ്രതിമ പോലെ സ്വർണ്ണ പുരുഷനായി നിൽക്കുകയാണ്. എന്തൊരു തേജസ് സൗന്ദര്യവുമാണ്. അദ്ദേഹം ഒന്ന് നൊടിച്ചാൽ പെണ്ണുങ്ങൾ ഓടി വരും. സത്യം പറഞ്ഞാൽ ഇത്ര ലക്ഷങ്ങൾക്കൊന്നും കോംപ്രമൈസ് ചെയ്യേണ്ട കാര്യമൊന്നുമില്ല. അദ്ദേഹത്തിന് എന്നോടെന്തോ പ്രത്യേക ഇഷ്ടമുണ്ടെന്ന് നോട്ടത്തിലെ മനസ്സിലായി. എൻ്റെ മനസ്സും ഇഷ്ടങ്ങൾ കൊണ്ട് മൂടപ്പെടുകയായിരുന്നു. നിനക്ക് പേടിയോ എന്നോട് ഇഷ്ടക്കുറവുണ്ടോ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു ഇല്ലേന്ന്. അപ്പോൾ അദ്ദേഹം അടുത്ത് വന്നിരിക്കാൻ പറഞ്ഞു. ചുംബന പെരുമഴകൾ കാതോർത്ത് ഞാനിരുന്നു. എനിക്ക് കിട്ടിയത് പേമാരിയായിരുന്നു. അതിൽ ഒളിച്ചിറങ്ങിപ്പോകാൻ ഞാൻ പണ്ടേ തയ്യാറായിരുന്നു. അന്ന് ഞാൻ വേറൊരു സത്യം കൂടി മനസ്സിലാക്കി. യഥാർത്ഥ പുരുഷനെ ഞാൻ ഇതുവരെയും കണ്ടെത്തിയിരുന്നില്ല. ഇന്ന് ഈ സുവർണ പുരുഷനെ എനിക്ക് സ്വന്തമായി കിട്ടിയത് എൻ്റെ പൂർവ്വജന്മത്തിലെ പുണ്യം. ഞാൻ പൂർവ്വജന്മത്തിൽ ശീലാവതിയെ അല്ല, ഞാൻ ഒരു മോഹിനിയായിരുന്നു, നൃത്തം വയ്ക്കുന്ന മോഹിനി. ഇപ്പോൾ എനിക്ക് മോഹകവാടം തുറക്കാൻ വലിയ ചാവിയുമായി ഇതാ വന്നിരിക്കുന്നു ഗിരീഷേട്ടൻ എന്ന അതുല്യ പ്രതിഭ. എന്തായാലും അവിടെ ഞാൻ സ്വയം മറന്നു. പിന്നെ ഞങ്ങൾക്ക് 2 പേർക്കും തമ്മിൽ നല്ലൊരു പൊരുത്തമുണ്ടായിരുന്നു. അതിന് കാരണം പരസ്പരം ഞങ്ങൾക്ക് നല്ല ഇഷ്ടം പണ്ടേ തോന്നിയിരുന്നു എന്നെനിക്ക് തോന്നി. പൂർവ്വജന്മങ്ങളിൽ ഞാൻ ചിലപ്പോൾ അദ്ദേഹത്തിൻ്റെ അന്തഃപുരത്തിൽ അമ്മിയരച്ചവളായിരിക്കാം. 4:15 ഗിരീഷേട്ടൻ അച്ഛനെ വിളിച്ചു. അപ്പോഴാണ് ഗിരീഷേട്ടന് ഒരു സ്ഥലകാലബോധം വന്നത്. നീ ഒരു മോഹിനിയാണെന്ന് എന്നോട് പറയുകയും ചെയ്തു. ഞാനും മറന്നുപോയി. ഭർത്താവ് വരുന്നതിന് മുമ്പ് വീടെത്തണം. അങ്ങനെ ഓടിയിറങ്ങുകയായിരുന്നു. അച്ഛൻ കാറും കൊണ്ട് റെഡിയായിരിക്കുകയാണ്. ഞങ്ങളങ്ങനെ വീട്ടിൽ ചെന്നു. അച്ഛൻ എന്നോട് ഒന്നും ചോദിച്ചില്ല. ഞാൻ അച്ഛനോട് തിരിച്ചൊന്നും ചോദിച്ചിട്ടില്ല. പിന്നെ 4 വട്ടം കൂടെ ഗിരീഷേട്ടൻ എന്നെ കാണുമെന്ന് പറഞ്ഞു. ഇതിനിടയ്ക്ക് എൻ്റെ ഭർത്താവിൻ്റെ പ്രോസസ്സുകളെല്ലാം നടന്നുകൊണ്ടിരുന്നു. അതൊക്കെ സക്സസ് ആയി വരികയും ചെയ്തു. എൻ്റെ ഹസ്ബൻഡ് വിദേശ രാജ്യത്തേക്ക് പോയി. അതിന് കാരണം അദ്ദേഹത്തിന് നല്ലൊരു പഠിപ്പുണ്ട്. പോകാനും എളുപ്പമായിരുന്നു എന്നേക്കാൾ. അവിടെ ചെന്ന് അദ്ദേഹം സെറ്റ് ആയപ്പോഴാണ് സത്യം പറഞ്ഞാൽ ഞങ്ങൾക്ക് 2 പേർക്കും ഒരാശ്വാസമായത്. അപ്പോഴാണ് അമ്മായിച്ചനോട് തുറന്ന് സംസാരിക്കാൻ തുടങ്ങിയത്.
നമ്മൾ രക്ഷപ്പെട്ടു മോളെ. ഇനിയിപ്പം ഒരു ബാധ്യതകൾ നമുക്കില്ല. അവൻ മാസം മാസം സാലറി അയക്കും, പതുക്കെ നിന്നെയും കൊണ്ടുപോകും, ഞാനും ചിലപ്പോൾ നിങ്ങളുടെ വരും എന്നൊക്കെ പറഞ്ഞു. ഞങ്ങൾ ശരിക്കും കിനാവ് കാണുകയായിരുന്നു. പക്ഷേ ഇതൊക്കെ പറഞ്ഞാലും ഗിരീശേട്ടൻ പിന്നെ അധികമൊന്നും ശല്യത്തിന് വന്നിട്ടില്ല. കാരണം അദ്ദേഹത്തിന് മറ്റു ലാവണങ്ങൾ തേടിപ്പോകേണ്ട ആവശ്യമുണ്ടായിരുന്നു. ഞാനും ഇത്തിരി വിഷമമുണ്ടെങ്കിലും അതൊരു ബിസിനസ് മെൻറ്റാലിറ്റിയോടുകൂടി സഹിച്ചു മാഡം. എന്നിരുന്നാലും ഞങ്ങൾ പ്രതീക്ഷിച്ചതുപോലെ ഒന്നുമല്ല മാഡം നടന്നത്. അവിടെ ചെന്ന ഹസ്ബൻഡ് നല്ല ജോലിക്ക് തന്നെയാണ് കയറിയത്. പക്ഷേ സാലറി ഒക്കെ കിട്ടിയെന്ന് പറഞ്ഞെങ്കിലും അയച്ചു തരാൻ പറഞ്ഞിട്ട് അത് അയക്കാൻ തയ്യാറായില്ല. വേറെന്തെങ്കിലും പ്രോസസ്സുകൾ എന്നെ കൊണ്ടുപോകാനോ അല്ലെങ്കിൽ അവിടെ എന്തെങ്കിലും ജോലിയുടെ കാര്യം നോക്കാനോ ഒന്നും അദ്ദേഹം തയ്യാറാകുന്നില്ല. ചുരുക്കം പറഞ്ഞാൽ ആദ്യത്തെ 3-4 മാസം അദ്ദേഹത്തിൻ്റെ ചെറിയ ചെറിയ മെസ്സേജുകളൊക്കെ ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞതിൽ പിന്നെ അച്ഛനും എന്നെയും കോണ്ടാക്ട് ചെയ്യുന്ന സ്വഭാവം അദ്ദേഹം നിർത്തി. പതുക്കെ പതുക്കെ ഇല്ലാതായി. അവിടെ ഞങ്ങൾക്ക് ചില കോണ്ടാക്റ്റുകളുണ്ട്. അന്വേഷിപ്പിച്ച് കഴിഞ്ഞപ്പോഴേക്കും പിന്നെ പുള്ളിക്കാരൻ അതിന് മറുപടി തന്നില്ല. പിന്നെ അവസാനമില്ലേ മാഡം, ഒരു ദിവസം എൻ്റെ ഹസ്ബൻഡ് എൻ്റെ അമ്മായച്ചനെ വിളിച്ചു. അത് കഴിഞ്ഞ ശേഷം സംസാരിച്ചു. നിങ്ങൾ മരുമകളും അമ്മായപ്പനും കൂടി എന്താ അവിടെ നടത്തിയെന്ന് എനിക്ക് നന്നായിട്ടറിയാം. ഞാൻ ഇവിടെ വന്നു കഴിഞ്ഞ ശേഷമാണ് ഈ വിശദവിവരങ്ങളൊക്കെ അറിഞ്ഞത്. അത് പറഞ്ഞത് ഗിരീശേട്ടൻ തന്നെയാണ്. ഒരു സംഭാഷണ മധ്യേ ഞാൻ ഇവിടെ വന്ന ശേഷം അയാൾ എന്നോട് എല്ലാം പറഞ്ഞു. എന്തായാലും ഇങ്ങനെയുള്ളൊരു ഭാര്യയും അച്ഛനെയും എനിക്ക് വേണ്ട, ഇനി എന്നെ വിളിക്കരുതെന്ന് പറഞ്ഞിട്ട് പുള്ളി ക്ലോസ് ചെയ്തു. ഗിരീഷേട്ടനോട് ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും ഗിരീഷേട്ടൻ പറഞ്ഞു അത് ഞാൻ കുടിച്ചിട്ടോ മറ്റോ ഇരുന്നപ്പോൾ പറഞ്ഞതായിരിക്കും എന്ന് പറഞ്ഞ് അങ്ങേരും കൈയൊഴിഞ്ഞു. ഞങ്ങൾ രണ്ടുപേരും ശരിക്കും എന്തോ പോയ അണ്ണാന്മാരെ പോലെയായി മാഡം ആ വീട്ടിൽ. പക്ഷേ ആരോടും പറയാൻ പറ്റില്ല. പുറത്ത് ഒരു മനുഷ്യന് ഇത് അറിയാനും പറ്റില്ല. എൻ്റെ വീട്ടിലേക്ക് അങ്ങനെ ഇത് പറയുകയാണെങ്കിൽ പിന്നെ അത് മതി. പണവും ഒന്നുമില്ല. ജോലിക്ക് പോകാൻ ശ്രമിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് നടക്കില്ല. വീട്ടിലോട്ട് അങ്ങനെ ചെല്ലും എനിക്കറിയില്ല. ഞാനും അമ്മായച്ചനുമാണ് പെട്ടുപോയത്. അവസാനം അമ്മായച്ചന് പോയി ഗിരീഷേട്ടനോട് വഴക്കുണ്ടാക്കി. നീ ഇങ്ങനെ പറയുമെന്ന് വിചാരിച്ചില്ലെന്ന്. പുള്ളിയും ഈ പറഞ്ഞതുപോലെ ഒരു ബടായി അടിക്കുന്ന പോലെ എന്തോ ഉപയോഗിച്ചപ്പോൾ പറഞ്ഞു പോയതാണ് എന്ന് പുള്ളിക്കാരന് പറഞ്ഞു. അവസാനം ഞങ്ങളുടെ അവസ്ഥ കണ്ടു കഴിഞ്ഞപ്പോഴേക്കും പറഞ്ഞു ഒരു കാര്യം ചെയ്യാം, ഇവളെ ഞാൻ വേറെ ഏതെങ്കിലും വിദേശ രാജ്യത്തേക്ക് ജോലിക്ക് വിടാമെന്ന് പറഞ്ഞു. ആദ്യം അത് നല്ല ഐഡിയ ആയിട്ട് തോന്നിയെങ്കിലും പിന്നീട് എനിക്ക് താല്പര്യമില്ലായിരുന്നു. എനിക്ക് വിദേശത്ത് പോകാൻ വയ്യ, ഇവിടെ തന്നെ എന്തെങ്കിലും നല്ലൊരു ജോലി ശരിയാക്കി തരാൻ പറഞ്ഞു. അപ്പോൾ ഗിരീഷേട്ടൻ പറഞ്ഞു കടങ്ങളെല്ലാം തീർക്കാൻ വേണ്ടിയിട്ട് നല്ലൊരു ജോലി അത് അങ്ങനെ ഈസിയായിട്ട് നടക്കില്ല. പക്ഷേ എൻ്റെ കൂടെ നിനക്കൊരു പോസ്റ്റിംഗ് തരാം. പക്ഷേ ജോലി ഇതൊന്നും ആയിരിക്കില്ല. നല്ല നല്ല ക്ലയൻസ് ഉണ്ട്, അവരെ സ്വീകരിക്കണം. സമ്മതമാണെന്ന് ചോദിച്ചു. അമ്മായച്ചനോട് ചോദിച്ചപ്പോൾ ആകെ നനഞ്ഞില്ലേ മോളെ, ഇനി നമുക്ക് പ്രോഫിറ്റ് മാത്രം നോക്കിയാൽ മതി എന്ന് പറഞ്ഞു. ഞാൻ കൂടെ കാണുന്ന അദ്ദേഹം പറഞ്ഞപ്പോൾ അദ്ദേഹത്തിൻ്റെ പിൻബലത്തിലാണ് ഞാനും രംഗത്തേക്ക് ഇറങ്ങിയത്. ഇഷ്ടം പോലെ പണം ഞങ്ങൾ രണ്ടുപേരും, അതായത് അമ്മായപ്പൻ്റെ സഹായത്തോടു കൂടി സമ്പാദിച്ചു. എൻ്റെ വീട്ടിലെ കടങ്ങൾ മുഴുവനും തീർത്തു. വേറെ ഒരു വീട് വാങ്ങി. പിന്നെ എൻ്റെ അമ്മായപ്പൻ്റെ കടങ്ങൾ മുഴുവനും ഞാൻ തീർത്തു. ഇപ്പോൾ ഞങ്ങൾ രണ്ടുപേരും കൂടെ ടൗണിൽ ഒരു ഫ്ലാറ്റ് എടുത്ത് വാടകയ്ക്കാണ്. അത് വാങ്ങാനുള്ള ഉദ്ദേശമുണ്ട്. അവിടേക്ക് മാറി. ഇപ്പോഴില്ലേ മാഡം ഞങ്ങൾ തമ്മിൽ കൂടുതലടുത്തു. പ്രണയം ഞങ്ങൾക്കുള്ളിൽ മുട്ടിടുന്ന പോലെ. ഭർത്താവിനെ ഞാൻ മറന്നു. എനിക്ക് ചെയ്യാനുള്ള പ്രവൃത്തി മണ്ഡലങ്ങളും അതിൽ വരുന്ന ആളുകളും ഒക്കെ ഞാൻ മറന്നുപോയി. ഇപ്പോൾ അമ്മായിച്ചനും ഞാനും തമ്മിലുള്ള ഒരു പ്രത്യേക ലോകമാണ്. ഞങ്ങൾക്കിടയിൽ എപ്പോഴാണ് അങ്ങനെയൊരു സൗഹൃദം മുട്ടിട്ടതെന്ന് എനിക്കറിയില്ല. ഇപ്പോൾ അദ്ദേഹത്തിന് എന്നെയും എനിക്ക് അദ്ദേഹത്തെ വിശ്വാസമാണ്. അങ്ങനെ വിശ്വാസപൂർണമായ വളരെ ജോളിയായുള്ള ഒരു ലൈഫ് ഞങ്ങൾ നയിക്കുന്നു. സത്യം പറഞ്ഞാൽ തെറ്റുകളിൽ നിന്ന് തെറ്റുകളിലേക്ക് പോയിട്ട് ഞങ്ങൾ രണ്ടുപേരും അതിൽ സ്നേഹം കണ്ടെത്തുന്നു. മാഡം ഈ കഥ ഒന്ന് വായിക്കണം. കഥയെന്ന് പറയാൻ പറ്റില്ലെങ്കിലും മാഡം ഇത് വായിക്കുമെന്ന് എൻ്റെ മനസ്സ് പറയുന്നു. അഭിപ്രായം പറയണമെന്നില്ല, എങ്കിലും വായിക്കുക. എന്തായാലും അഭിപ്രായമൊന്നും ഞാൻ പറയുന്നില്ല, വായിക്കുന്നു, അത്രേ ഉള്ളൂ കേട്ടോ.